ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ട്രിപ്പിൾ ഗെയിമിംഗ്. സോ നമ്മളിന്നൊരു ബെസ്റ്റ് ടെർമിനൽ മാനേജർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ പൊള്ളിക്കും. അതായത് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ആളുകൾ സഹായിക്കുക, അത് മൊത്തം ഒന്ന് നോക്കി നിർത്തുക. അതാണ് നമ്മുടെ പരിപാടി. സോ നമുക്ക് എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഷാർപ്പ് 9:01 തന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യണമെന്നറിയില്ലോ. മച്ചാൻ ഇത് ഭയങ്കര സ്ലോ ആണല്ലോ, ഈ ഗെയിം നല്ല സ്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളിക്കിച്ചിട്ട് പോലെ. ഇത് കഫേ ആണെന്ന് തോന്നുന്നു. സ്റ്റോർ റൂമിലോട്ട് അങ്ങോട്ട്, വെയിറ്റിംഗ് ഏരിയയിലോട്ട് ഇങ്ങോട്ട് കഫേ ഇത്. ഓക്കെ, ഇവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. ഉമാരൊക്കെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാടാ. അയ്യോ ഓക്കെ, ഇതെന്താ സംഭവം? ഇതല്ലല്ലോ എനിക്ക് വേണ്ടത്. ഇതെല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണം. എന്നാലും ഇതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട സാധനത്തിലോട്ട് എന്നെ കൊണ്ടുവിടും മച്ചാനേ. ഓക്കെ, എന്തോ കസ്റ്റമർ ഈസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എവിടെയാണ് എൻ്റെ കസ്റ്റമർ? മിസ്റ്റർ കസ്റ്റമർ ഹേ മിസ്റ്റർ കസ്റ്റമർ. ഈ പച്ചച്ചേട്ടനാണെന്ന് തോന്നുന്നു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ? അയ്യോ, പുള്ളിക്കൊന്ന് ഹെൽപ്പ് വേണം. അയ്യോ, ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യണേ? അയ്യോ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് മച്ചാനെ? ടാസ്ക് പിടിച്ച് നിൽക്കണോ അതോ ആ റെഡി പിടിച്ച് നിൽക്കണോ? അയ്യോ, ഇതെന്താ ഇത്? മച്ചാനെ, ഞാൻ എൻ്റെ ഈപ്പാടി പിടിച്ച് നിൽക്കിയപ്പോൾ ഇതൊക്കെ കയറി വന്നു. ഇതെന്താ ചെയ്യേണ്ടത്? ഇവനെ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും, എനിക്കതറിയില്ല. അയ്യോ, ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണോ? ഇതെങ്ങനെയാണ് ഇവനെ ഞാൻ ഹെൽപ്പ് ചെയ്യണേ? അതാദ്യം പറഞ്ഞു. ഞാനിവിടെ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ബസ്സിൻ്റെ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു മച്ചാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കൈപ്പത്തി ഞാൻ കണ്ടായിരുന്നു. അവിടെ പിടിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. മച്ചാനെവിടെ? മച്ചാനേ. ഗൈസ്, അതെ കൈപ്പത്തി കണ്ടിട്ടുണ്ട്. അയ്യോ അത് പോയി. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ എന്ത് സഹായമാണ് സാറേ ചെയ്യേണ്ടത്? ഓക്കെ. മച്ചാൻ എന്തോ ബസ് ആവശ്യമുണ്ടെന്ന്. മച്ചാന് ബസ് കൊടുക്കണം. നമ്മൾ സുഹൃത്തിനുള്ള ബസ് ഉണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഇനി എന്താണ് ഇതിനി ഇപ്പോൾ? ഓക്കെ, എന്തോ കൊടുക്കാം. ബസ് ടിക്കറ്റൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ലൂസി പാർക്കർ, ഡേറ്റ് 22/8/2024, ടൈം 1:30, ബസ് 567, ഗേറ്റ് 1, സീറ്റ് C4. ഓക്കെ മച്ചാനെ, അത് നമ്മൾ സെറ്റാക്കി തന്നേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് ബ്രോ ഇവിടെ ഇരിക്കുന്നത്? ഇത് ഫസ്റ്റ് ഡേ ആണെങ്കിലും ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്. നീ അതോർത്ത് പേടിക്കണ്ട. ഐ ആം ഹിയർ ഫോർ യു. സോ മച്ചാനൊരു സീറ്റ് കൊടുക്കണല്ലോ. ഓക്കെ, ഈ സീറ്റ് തന്നെ പുള്ളിക്ക് കൊടുത്തേക്കാം. പുള്ളിക്ക് നമ്മൾ പുതിയൊരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതോ പാസഞ്ചർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ അവൻ എവിടെയാണ്? ഇവനാണോ ആ കൺഫ്യൂസ്ഡ് പാസഞ്ചർ? അല്ലേ, ഇവരെല്ലാന്ന് തോന്നുന്നു. ആൾ മാറിപ്പോയതാ മച്ചാനെ, സോറി കേട്ടോ. ഓക്കെ, എവിടെയോ അതെ 11 മീറ്റർ. ഈ പുള്ളിക്കാരിയാണോ നമ്മുടെ പാസഞ്ചർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഹിമ്മല്ല മോനെ, ഹെറാണ് ഷീ. ചേച്ചിക്ക് ഏതോ ടെർമിനലൊക്കെ കണ്ടുപിടിക്കണം. അതിനിപ്പോൾ എവിടെയാണോ എനിക്കറിയാൻ പാടുള്ളത്. എന്തുകൊണ്ട് പുറകിലൊരു ചേട്ടൻ കിടന്ന് തുള്ളി കളിക്കുന്നു. ഓക്കെ നമുക്കറിയാവുന്ന വഴി. ചേച്ചി നേരെ പോയാൽ മതി. എന്നിട്ട് അവിടെ കാണുന്ന ലാസ്റ്റാണ് എക്സിറ്റ്. ഓക്കെ, ശരി. താങ്ക് യു ഒന്നും വേണ്ട ചേച്ചി, ഇതൊക്കെ നമ്മുടെ പരിപാടികളെ. ഇനി ഏത് കസ്റ്റമറാടാ വെയിറ്റ് ചെയ്യണേ? ഓക്കെ, ഈ ചെറുക്കൻ കുറേ നേരം തുള്ളി കളിക്കണം. ഹേയ് ബ്രോ, മുടയാണോ? എടാ നിൻ്റെ ഭരതനാട്യം അവിടെ നിർത്തടാ. എടാ നീ തറയെ പൊട്ടി പൊളിക്കല്ലേ ബ്രോ? എന്താ വേണ്ടത്? അതൊന്ന് പറ മച്ചാനെ. നീ തറയെ പൊട്ടി പൊളിച്ചിട്ട് കാര്യമില്ല, നീ കാര്യം പറ. ഓക്കെ, വെൻഡിങ് മെഷീൻ വർക്കിംഗ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്രോ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നത്? നേരെ ഇങ്ങ് പറഞ്ഞാൽ പോരെ. എൻ്റെ അടുത്ത് വന്നാൽ പോരെ, ഞാൻ തൊട്ട് പുറകെ നിൽക്കണമായിരുന്നു. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് ശരിയാക്കി എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. അതേടാ, നീ പേടിക്കണ്ട, ഞങ്ങൾ റീഫിൽ ചെയ്ത് തന്നേക്കാം. എൻ്റെ പൊന്നോ. അല്ല, ഞാൻ ഇവിടുത്തെ മാനേജറല്ലേ, ഞാൻ ഇവിടുത്തെ പണിക്കാരനൊന്നുമല്ല. ഞാനിതെങ്ങനെ റെഡിയാക്കി ഇട്ടു എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നെക്കി നോക്കാമല്ലേ. ഓക്കെ, അയ്യോ ഇനി ഞാൻ വെൻഡിങ് മെഷീൻ തന്നെ നന്നാക്കണം. അതായത് എനിക്ക് വെൻഡിങ് മെഷീൻ നന്നാക്കണമെന്നറിയില്ല. എന്നാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പണിക്കാരെ വിളിക്കാം കേട്ടോ. നീ വെയിറ്റ് ചെയ്യൂ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഒന്ന് നോക്കട്ടെ. കുറേ നേരത്തെ പണിക്ക് ശേഷം സാധനം വർക്കായിട്ടുണ്ട്. ചെറുക്കം കിടന്ന് തുള്ളിച്ചാടുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു പണിയല്ല. നീ ഇവിടെ തന്നെ വന്നു. നിനക്ക് എപ്പോൾ ഇത് കുടിക്കാൻ തോന്നുന്നു? നീ അപ്പം ഇവിടെ വന്നോ, ഞാൻ സെറ്റാക്കി തന്നേക്കാം. ചേച്ചി എന്നെ തല്ലുകൊണ്ട് പോലെ ചേച്ചി ഞാനൊന്ന് നടക്കട്ടെ. എൻ്റെ പൊന്നവർക്കൊന്ന് കണ്ണ് കാണാൻ പാടില്ല, എന്നെ വലിച്ചുകൊണ്ടാണ് പോണത്. ഇവിടെ ഒരു മനുഷ്യനിവിടെ പണിക്ക് കയറിയിട്ട് ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോൾ സമയം 3 മണിയായി. രാവിലെ 9 മണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എൻ്റെ കാലിലൊക്കെ നല്ല വേദന. ഇത് ഇത്ര പാടുള്ള പണിയെന്ന് വിചാരിച്ചില്ല. ഇനി ഏതോ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകുന്നത് ദൈവമേ, ഇവനൊക്കെ ഇത്ര അകലെ പോയിരിക്കുന്നതിനാണ് കാണിക്കുന്നത്. പച്ച കളർ ചേട്ടനാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നെ പുള്ളിക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പാടില്ല, ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് പോകണേ. മാനേജറായി പോയില്ലേ, എന്നാ ചെയ്യാനാ. തൊണ്ടയ്ക്ക് എന്തോ പോലെ പണി. രാവിലെ ടേസിക്ക് അതിരുന്ന് പണിയെടുക്കണമെന്ന് തോന്നുന്നു. വാട്ട് ഹാപ്പൻ, എന്നെ ഹെൽപ്പ് യു വിത്ത്. എൻ്റെ പുണ്യമച്ചനെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ടോയ്ലറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ. ഇവിടുത്തെ പണിക്കാരൊക്കെ എവിടെ പോയി കിടക്കുവാടാ? രാവിലെ തന്നെ എനിക്ക് പണി തന്നിട്ട് വൈകുന്നേരം ആയില്ലേ. വൈകുന്നേരം തന്നെ എനിക്ക് പണിന് വേണ്ടി സാർ ഞാൻ സ്വീപ്പറിനെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. എന്നാലും എൻ്റെ ക്ലീനർ അവിടെ പോയി കിടക്കുക. കുറേ നേരം ഞാൻ അവനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് അപ്പുറം പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ല ഗൈസ്. ആ ഫ്രണ്ടിൽ പച്ച കളറുള്ള സാധനത്തിൽ അവനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനായിട്ട് ഇവിടെ മൊത്തം കിടന്ന് കറങ്ങിയിടാൻ. മോനെ, നീ ഇവിടെ വന്ന് നിൽക്കുവാണടാ. ടോയ്ലറ്റൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തകരാറൊക്കെ കിടക്കും. നീ അത് നന്നാക്കാതെ നീ ഇവിടെ വന്ന് എന്നാ കാണിക്കും? അതുപോയി ഒന്ന് വേഗം ക്ലീൻ ചെയ്തേ. നീ ചുമ്മാ മനുഷ്യ ചിറ്റിക്കാനായിട്ട്. നീ സോറി ഒന്നും ചോദിക്കണ്ട. അവിടെ കസ്റ്റമർ വെയിറ്റിംഗ്. ഇനി മേലെ ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ. അവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇവിടെ വന്ന് നിൽക്കണം കാണിക്കാൻ. പെട്ടെന്ന് ചെയ്യണം. നീ ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത് തന്നെ കാണിച്ചോളാം കേട്ടല്ലോ. എന്നാൽ ചെല്ല്, വേഗം ചെല്ല്.
ഇനി നമ്മൾ ഈ ചേച്ചിനെ സഹായിക്കണം. ഈ ചേച്ചിക്ക് എന്താണോ വേണ്ടത്, എന്താ ചേച്ചി വേണ്ടത്, ഞാൻ എങ്ങനെയാണ് താങ്കളെ ഹെൽപ്പ് ചെയ്യേണ്ടത് അതൊന്ന് പറഞ്ഞു. ഓക്കെ, ടെർമിനലിൽ നമ്മൾ ആദ്യം ഒരു ചേച്ചിക്ക് പറഞ്ഞു കൊടുത്താൽ ടെർമിനൽ ചേച്ചി നേരെ പോവുക, എവിടെ എക്സിറ്റ് അതിൽ കൂടെ പോവുക. എനിക്ക് ബാക്കിയൊന്നും അറിയില്ല. അത് തന്നെ, സ്ട്രേറ്റ് ടുവാർഡ്സ് ആൻഡ് ലാസ്റ്റ് എക്സിറ്റ് യുനോ. ഓക്കെ, താങ്ക് യു ഒന്നും വേണ്ട ചേച്ചി, ഇതല്ലേ എൻ്റെ പണി. അതെ, 11 ഇതുവരെ പണി കഴിഞ്ഞില്ല. എൻ്റെ പൊന്നേട്ടാ, ചേട്ടൻ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇവനെ കൊണ്ടൊന്ന് വേഗം പണി എടുക്കട്ടെ. ഓക്കെ, ഇവൻ്റെ പണി കഴിഞ്ഞു. എടാ അയ്യോ, എന്നെ ടോയ്ലറ്റിലിട്ടും പൂട്ടി കൈസ്. അയ്യോ എടാ, എന്നെ ടോയ്ലറ്റിൽ നിന്ന് വെളിയിറക്കടാ. ഇത് അനങ്ങണില്ല മോനെ, അനങ്ങണില്ല. ഇതെന്നാ സംഭവം? എടാ എനിക്കൊന്ന് ഇറങ്ങിപ്പോണം. ഇതിനടാ ചുറ്റിനും പെട്ടു എന്നെ അവൻ അകത്തിട്ട് പൂട്ടിയിട്ട് പോയടാ. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇതന്നെ, ഞാൻ ലോക്കായി പോയി എൻ്റെ ഇടയ്ക്ക്. എനിക്കിവിടെ നിന്ന് ഇറങ്ങാനുള്ള ഓപ്ഷനില്ല. കയറിയില്ലോ ഞാൻ നല്ല സുഖകരമായിട്ട് കയറിയത് ബഗ്ഗായതാണോ? എടാ ഞാൻ ഇതിൻ്റെ അടുത്ത് കയറിയത് എനിക്ക് ഇറങ്ങാൻ പറ്റാനുള്ള. ഓ ഗൈസ്, പണി കിട്ടി, ഗെയിം ബഗ്ഗായിപ്പോയി. സോ ഗ്ലിച്ചടിച്ചു. നമ്മൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്നെ ആ ക്ലീനർ ഈ ബാത്റൂമിൽ അങ്ങോട്ട് കുറ്റിയിട്ടിട്ട് പോയി. എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഗെയിമാണെങ്കിൽ ഗ്ലിച്ചു ആയിപ്പോയി. ഇപ്പോൾ അണ്ടാര ഇറങ്ങാനായിട്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് മച്ചാന്മാര്. സോ എൻ്റെ പാർട്ട് ചോട്ട് ഞാൻ വരും. ആ ക്ലീനറെ ഞാൻ പണിയെടുപ്പിച്ച് ഇല്ലാതാക്കും. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.